ഹായ് ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്എൻഎസിൻ്റെ ഒരുപാട് ന്യൂസും കാര്യങ്ങളും നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. എക്സ്എൻഎസ് ബാനഡ് ആയി മറ്റു കാര്യങ്ങളെല്ലാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെയിലിൽ കാണാൻ പറ്റും എന്താണ് റീസൺ എന്നുള്ളത്. ഇനി അങ്ങോട്ടേക്ക് 11 ജൂലൈ, അതായത് 2025 ജൂലൈ 11 തൊട്ട് പുതിയ ക്ലയൻസിനെ ഇന്ത്യയിൽ നിന്ന് എക്സ്എൻഎസ് എടുക്കുന്നില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ കാണാൻ പറ്റും, ദിസ് റെസ്ട്രിക്ഷൻ അപ്ലൈസ് ഓൺലി ന്യൂ രജിസ്ട്രേഷൻ. All existing clients continue to have a full access to their account, platform, service and trading activity without interruption. ഓക്കെ, അപ്പോൾ ബാനും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. കുറച്ച് നാളത്തേക്ക് ഒരു പൗസ് ഉണ്ടാകും പുതിയ ക്ലയൻസിനെ എടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അത് പ്രോപ്പറായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ അവർ തന്നിട്ടില്ല, തരുമായിരിക്കും. നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് തരാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഉള്ള കറണ്ട് അവസ്ഥയിൽ നമുക്ക് പാനിക് ആകേണ്ടോ മറ്റ് ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഇല്ല. ഇനി ജൂലൈ 11 ശേഷം പുതുതായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് അക്കൗണ്ട് ഓപ്പൺ ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇനി അവർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു 11 വരെ ഒരു പീരീഡ് ഉണ്ട്. അതിൻ്റെ അകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷനോ കാര്യങ്ങളോ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അവിടെ പോയിട്ട് അക്കൗണ്ടും കാര്യങ്ങളും ഓപ്പൺ ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നോട് മെസ്സേജ് അയച്ചാൽ ഞാൻ ക്ലാരിഫൈ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, അവിടെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ അതേപോലെ വാട്സപ്പിൻ്റെയും IDസും കാര്യങ്ങളും കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് കറൻ്റിലുള്ള അവസ്ഥ. നമുക്ക് വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. അവർ പ്രോപ്പറായിട്ട് മെയിൽ ചെയ്തിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ഇവർ പറ്റിച്ച് പോകുന്നൊരു പരിപാടിയൊന്നും ചെയ്യില്ല. ഓക്കെ, വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്. ഓക്കെ, ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും പ്രോപ്പറായിട്ടുള്ള മെയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ പാനിക് ആകേണ്ട അവസ്ഥയില്ല. നമുക്ക് വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡൗട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ വിഡ്രോ ചെയ്ത് നോക്കുക. അതുപോലെ ചെറിയൊരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഇപ്പോൾ 100 USD ആണ് കാണിക്കുന്നത്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വിഡ്രോ ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ ഓൾറെഡി പോയിട്ട് വിഡ്രോ ഡെപ്പോസിറ്റ് എല്ലാം ചെയ്ത് നോക്കി. നമുക്ക് ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും കറണ്ട് ലെവലിലില്ല, ഒരു എറേഴ്സോ കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പം എന്തായാലും ഈ ന്യൂസും കാണുമ്പോൾ കൂടുതൽ ആൾക്കാരും വിഡ്രോ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ പോയിട്ട് വിഡ്രോസും ചെയ്ത് നോക്കി, ഡെപ്പോസിറ്റ് ചെയ്ത് നോക്കി, നമുക്ക് ഇഷ്യൂസോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പാനിക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ വിഡ്രോ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ കറന്റ് ഇഷ്യൂസോ കാര്യങ്ങളോ ഇല്ല, നിങ്ങൾക്ക് ഒരു മെയിൽ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ.